കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ജയിച്ച കൗൺസിലർ ആയ ശ്രീമതി ആർ ശ്രീലേഖ തന്റെ ഓഫീസ് മുറി കക്കൂസിൽ പ്രവർത്തിക്കുകയായിരുന്ന ശാസ്ത്രമംഗലം കൗൺസിലറുടെ ഓഫീസ് മുറി അല്പം സൗകര്യം കൂടി തരണമെന്ന് ആ ഫ്ലോർ മുഴുവൻ വാടകയ്ക്കെടുത്ത് പ്രവർത്തിക്കുന്ന ഈ വട്ടിയൂർക്കാവ് MLA ശ്രീ പ്രശാന്തിനോട് സൗഹൃദത്തിന്റെ ഭാഷയിൽ സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിൽ സംസാരിച്ചിരുന്നു. പ്രശാന്ത് ആകട്ടെ തന്റെ ഇമേജ് ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് മാധ്യമങ്ങൾക്ക് നൽകുകയും മാധ്യമങ്ങളാകട്ടെ BJP ഇപ്പോൾ തീർത്ത് കളയാം എന്ന് കരുതി രാവിലെ തന്നെ സകലമായ ചാനലുകൾ വലിയ ബ്രേക്കിംഗ് വാർത്ത നൽകുകയുണ്ടായി. MLA മുറി ഒഴിയാൻ ആവശ്യപ്പെട്ടു, MLA നൽകിയില്ല. അങ്ങനെ വലിയ വാർത്തകളായിരുന്നു. പക്ഷെ ആ വാർത്തയ്ക്ക് 1 മണിക്കൂർ പോലും ആയുസ് ഉണ്ടായിരുന്നില്ല. ശ്രീലേഖ രാഷ്ട്രീയ പരിചയക്കുറവിന്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ അതൊരു വീഴ്ചയല്ല, പകരം നേട്ടമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. തുടർന്ന് ബാക്കി ഉള്ള ബഹുഭൂരിപക്ഷം ചാനലുകളും വാർത്ത മുറ്റി. പക്ഷെ ഏഷ്യാനെറ്റ് അടക്കം കുറച്ച് ചില ചാനലുകൾ ആ വാർത്ത ഫോളോപ്പുകളുമായി മുൻപോട്ട് പോകുമ്പോഴാണ് വലിയ ചില രഹസ്യങ്ങൾ പുറത്തു വരുന്നത്. ആദ്യമായിട്ടാണ് കേരളത്തിലെ ജനം കാണുന്നത് ഒരു സ്ഥലത്ത് ജയിച്ച MLA, അതായത് വട്ടിയൂർക്കാവ് MLA ആണ് ഈ പറയുന്ന ഈ പ്രശാന്ത് ബ്രോ എന്ന് വിളിക്കുന്ന ഈ MLA. ഇദ്ദേഹത്തിന് MLA ഹോസ്റ്റലിൽ 2 മുറികളുണ്ട്, കമ്പ്യൂട്ടർ സംവിധാനങ്ങളുണ്ട്, ഒപ്പം തന്നെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. അത് ഉപേക്ഷിച്ചിട്ടാണ് തന്റെ മണ്ഡല പരിധിയിൽ പെടാത്ത ശാസ്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കോർപ്പറേഷന്റെ ഒരു വലിയ കെട്ടിടം, അതായത് കുറഞ്ഞത് ഒരു മാസം 10-25,000 രൂപ വാടക കിട്ടേണ്ട, അതായത് കോർപ്പറേഷന് വാടക കിട്ടേണ്ട ഈ കെട്ടിടം കഴിഞ്ഞ 7 വർഷമായി മാസത്തിൽ 827 രൂപ വാടക ഇനത്തിൽ അവിടെ പ്രവർത്തിച്ചു വരികയാണ്. വലിയ ഓഫീസ് റൂമാണ്. ഇന്നലെ മാധ്യമങ്ങളൊക്കെ അത് കാണിച്ചിരുന്നു. അതിന് ഉള്ളിൽ, അതായത് ഈ ഓഫീസ് റൂമിലൂടെ കടന്നിട്ട് വേണം ശാസ്ത്രമംഗലം കൗൺസിലർക്ക്, ഈ കൗൺസിലറുടെ ഓഫീസും അവിടെ പ്രവർത്തിക്കേണ്ടതാണ്, കൗൺസിലർക്ക് അകത്തേക്ക് പോകാൻ. കൗൺസിലർ ഓഫീസ് കണ്ട ജനം ഞെട്ടി. കാരണം ടോയ്ലറ്റിലാണ് ഫയലുകൾ മുഴുവൻ ഇരിക്കുന്നത്. കൗൺസിലർക്ക് ഒന്ന് ഇരിക്കാൻ പോലും സൗകര്യമില്ല. അതായത് കൗൺസിലറെ കാണാൻ വരുന്ന വാർഡിലുള്ള ജനങ്ങൾക്ക് കയറിപ്പോകാൻ സൗകര്യമില്ല. അതായത് MLAയുടെ ഓഫീസിൽ കൂടെ വേണം കടന്നു പോകാൻ. വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇതൊക്കെയാണ് പൊക്കി പിടിച്ചുകൊണ്ടുവന്ന മാധ്യമങ്ങൾ വാർത്ത മുക്കാനുണ്ടായ പ്രധാന കാരണം. ഏതായാലും ഇത് ഒരു തുടക്കം തന്നെയാണ്. കാരണം ഇപ്പോൾ ഇതിനെതിരെ കോൺഗ്രസിന്റെ MLA ശബരിനാഥ് രംഗത്തെത്തി. അദ്ദേഹം ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. അദ്ദേഹവും MLA ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് താൻ MLA ആയിരുന്നപ്പോൾ തന്റെ ഓഫീസ് തന്റെ മണ്ഡലത്തിലായിരുന്നു. കാരണം സർക്കാർ തന്നെ ഈ ഓഫീസിന് 20,000 രൂപയോളം വാടക കൊടുക്കുന്നുണ്ട്, മറ്റ് അലവൻസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ തനിക്ക് ഓഫീസ് എടുത്താൽ എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സ്വാഭാവികമാണ്, തന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി എല്ലാ MLAമാരും, മിക്കവാറും എല്ലാ MLAമാരും അവരവരുടെ മണ്ഡലങ്ങളിൽ തന്നെ ഓഫീസ് തുറക്കുമ്പോൾ ഇത് കണ്ണായ ഒരു പ്രദേശത്ത് ആണ് ഇത്തരത്തിൽ ഒരു ഓഫീസ് ഒരു തുച്ഛമായ തുകയ്ക്ക്, അതായത് ഇദ്ദേഹം MLA പറയുന്നത് താൻ MLA ആണ് സംഭവം. പക്ഷേ അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെയല്ല. കോർപ്പറേഷന്റെ കൗൺസിൽ കൂടി അവർ തീരുമാനമെടുത്തിട്ടാണ് ഈ പ്രശാന്ത് MLAക്ക് ഇത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് കോർപ്പറേഷന് വേണമെങ്കിൽ ഇത് റദ്ദാക്കി കഴിഞ്ഞ് MLA ഇറങ്ങി കൊടുത്തേ മതിയാകും. അതിന്റെ അപ്പുറത്ത് അപ്പീലും ഒന്നുമില്ല. MLA ആയാലും മന്ത്രി ആയാലും കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. MLAയുടെ മണ്ഡലത്തിൽ വാടകയ്ക്ക് വേറെ എവിടെയെങ്കിലും എടുക്കേണ്ടി വരും. അതാണ് അതിന് നിയമവശം എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതൊരു തുടക്കമാണ്. കാരണം ഇപ്പോൾ കോർപ്പറേഷനില് BJP നടത്താൻ പോകുന്ന ഒരു വലിയ നീക്കം, അത് നേരത്തെ തന്നെ ശ്രീ VV രാജേഷ് ഇപ്പോഴത്തെ മേയർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കാരണം കോർപ്പറേഷൻ പരിധിയിലുള്ള അനവധി കെട്ടിടങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്തുള്ളവർക്ക് എല്ലാം തന്നെ അറിയാവുന്നതാണ്, അവിടെ പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നതാണ്. ഈ കെട്ടിടങ്ങളിൽ പലതും തുച്ഛമായ വാടകയ്ക്ക് പതിറ്റാണ്ടുകളായി വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. അതായത് കണ്ണായ പ്രദേശത്തുള്ള, നമുക്കറിയാം തിരുവനന്തപുരം, കൊച്ചി കണക്കുള്ള സിറ്റികളിലൊക്കെ വാടക എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റിനാണ് വാടക. എങ്കിൽ പോട്ടെ, സ്ക്വയർ ഫീറ്റിന് വാടക നിശ്ചയിക്കേണ്ട, പകരം ആ മുറിക്ക് തന്നെ വാടക നിശ്ചയിച്ചാൽ 20,000 30,000 മാസം വാടക കിട്ടേണ്ട ഇത്തരം മുറികൾക്കും സ്ഥലങ്ങൾക്കുമെല്ലാം 250 രൂപ വാടകയ്ക്ക് നൽകുന്നു, കരാർ ഒപ്പിടുന്നു. ഇതെല്ലാം നൽകുന്നത് സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും. പിന്നീട് ഇവരിത് വാടക കരാർ ലംഘിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് കൂടിയ തുകയ്ക്ക് ഇത് വാടകയ്ക്ക് നൽകും. ഇവിടെയാണ് ഇതിന്റെ ബിസിനസ് പ്രധാനമായി നടക്കുന്നത്. അതായത് ആദ്യം ഈ കോർപ്പറേഷൻ 250 രൂപ വാടക കൊടുക്കുന്നു. എന്തിനാണ് 250 രൂപയ്ക്ക് ഈ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങൾക്ക് ഇത് വാടക കൊടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമുണ്ടാകില്ല. ആ ചോദ്യവും ഇപ്പോൾ VV രാജേഷ് ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കെട്ടിടങ്ങൾ മറിച്ചു കൊടുക്കാൻ ഈ കരാറിൽ എന്നും വ്യവസ്ഥയില്ല. നമ്മൾ ഒരിടത്ത് വാടകയ്ക്ക് ഒരു കെട്ടിടം എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ പേരിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകാൻ കഴിയില്ല, പകരം അതിന്റെ ഓണർക്ക് മാത്രമേ നൽകാൻ കഴിയൂ. അങ്ങനെ ഒരു നിയമം ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ കെട്ടിടങ്ങൾ പലതും പതിറ്റാണ്ടുകളായി മറ്റുള്ളവർക്ക് മറിച്ചു കൊടുക്കുകയും വലിയ തുക സമ്പാദിക്കുകയും ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ
ഇതിന്റെ പിന്നിൽ അനവധി രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു മാഫിയാണ് ഇതിൽ വർക്ക്. ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ മാത്രമല്ല വലതുപക്ഷത്തിന്റെയും രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇത്തരത്തിൽ തന്നെ കൊടുക്കുന്നു, ഇല്ലെങ്കിൽ അവർ കണ്ണടയ്ക്കുന്നുണ്ട്. ഇതിലും വലിയൊരു തട്ടിപ്പ് അവിടെ നടക്കുന്നുണ്ട്. അതും ശ്രീ വി വി രാജേഷ് അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ പറഞ്ഞു. കോർപ്പറേഷൻ ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ അനാഥ പ്രേതങ്ങളെ കിടക്കുന്ന അനവധി വാഹനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു നിത്യ കാഴ്ചയാണ്. പുല്ല് പിടിച്ചും മറ്റും കിടക്കുന്ന വാഹനം. ഈ വാഹനങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും വലിയ കാലപ്പഴക്കമൊന്നുള്ള വാഹനമല്ല. ശരാശരി ഒരു വ്യക്തി ഒരു വാഹനം വാങ്ങിയാൽ അതിന്റെ ടാക്സ് കാലാവധിയും കഴിഞ്ഞ് 15 വർഷവും കഴിഞ്ഞ് വാഹനം മാറുന്ന ഈ നാട്ടിൽ, ഒരു ചെരുപ്പ് പോലും മാക്സിമം യൂസ് ചെയ്ത് മാറുന്ന ഈ നാട്ടിലെ ജനമുള്ളപ്പോൾ, ഈ നാട്ടിലെ ജനത്തിന്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് പുതിയ വാഹനം വാങ്ങുകയും 2-3 മാസം ഉപയോഗിച്ച് ചെറിയ കംപ്ലൈന്റ് വരുമ്പോൾ വാഹനം ഒരു മൂലയ്ക്ക് തള്ളുകയും ചെയ്യുന്ന ഒരു രീതി, അതായത് യൂസ് ആൻഡ് ത്രോ ആണ് 10 ലക്ഷം രൂപ മുതൽ വില വരുന്ന വാഹനങ്ങൾ. എന്തുകൊണ്ട് ഇങ്ങനെ വാഹനങ്ങൾ തള്ളുന്നു എന്ന് ചോദിച്ചാൽ ഇതിന്റെ പിന്നിലും വലിയ അഴിമതി കഥകൾ തന്നെ ഒരുപക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയും. അതായത് 6 വാഹനങ്ങളോ ഇല്ലെങ്കിൽ 12 വാഹനങ്ങളോ വാങ്ങുമ്പോൾ ഒരു വാഹനം ഫ്രീ കൊടുക്കാറുണ്ട് എല്ലാ ഷോറൂമുകാരും. ഒപ്പം തന്നെ കൂടുതൽ വാഹനങ്ങൾക്ക് ഓർഡർ ഒരു ഷോറൂമിന് കൊടുക്കുമ്പോൾ അവർ കൊടുക്കുന്ന ഭീമമായ ഒരു കമ്മീഷൻ തുകയുണ്ട്. ചിലപ്പോൾ കമ്പനി തന്നെ നൽകും. നമുക്കറിയാം, ഒരുപക്ഷെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അന്നത്തെ ഗതാഗത മന്ത്രിയായ ശ്രീ ആർ ബാലകൃഷ്ണ പിള്ളയുടെ കാലത്ത് അദ്ദേഹം ചെറിയ കുട്ടി ബസ്സുകൾ നമ്മുടെ നിരത്തിൽ ഇറക്കിയിരുന്നു. ആ ബസ്സുകൾ എന്ന് പറയുന്നത് മാമാട്ടിക്കുട്ടിയുള്ള ബസ്സുകൾ എന്നാണ് ഒക്കെ പൊതുജനം വിളിച്ചിരുന്നത്. ഈ ബസ്സുകൾ എന്ന് പറയുന്നത് സർക്കാർ പണം കൊടുത്ത് വാങ്ങിയിരുന്നതല്ല. പകരം 6 ടാറ്റയുടെ വലിയ ബസ്സുകൾ വാങ്ങുമ്പോൾ ടാറ്റ ഗിഫ്റ്റായി കൊടുത്തിരുന്നതാണ് ചെറിയ ബസ്സുകൾ, ഈ കുട്ടി ബസ്സുകൾ, മിനി മാമാട്ടിക്കുട്ടിയമ്മ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ബസ്സുകൾ അനവധിയാണ് കേരളത്തിൽ ഓടിയത്. അന്നാണ് ജനത്തിന് ഇത്തരം കള്ളക്കഥകൾ മനസ്സിലായി. എല്ലാ വാഹന നിർമ്മാതാക്കളും ഇത് നൽകുന്നതാണ്. അപ്പോൾ ഈ വാഹനം വാങ്ങുക, അതിന് ചെറിയ ടയറിന് പഞ്ചറായി കഴിഞ്ഞാൽ മൂലയ്ക്ക് തള്ളുക, കാട് പിടിക്കുക, വീണ്ടും ഓർഡർ കൊടുക്കുക, അടുത്ത വാഹനം, അങ്ങനെ തന്നെ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മാറുന്ന ഇവിടം ശുദ്ധീകരിച്ച് തുടങ്ങിയാൽ ശ്രീ വി വി രാജേഷ് ഇന്ത്യയിൽ തന്നെ തിളക്കമുള്ളൊരു മേയറായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധാരണഗതി രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അഴിമതികൾ കണ്ടെത്താൻ ഭഗീരഥ പ്രയത്നം നടത്തിയാണ് അഴിമതികൾ കണ്ടെത്തി വെളിച്ചത്ത് കൊണ്ടുവന്ന് നടപടിയെടുക്കുന്നതെങ്കിൽ വി വി രാജേഷിനെ കണക്ക് ആ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ ഇവർ പല സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ഉണ്ടായിരുന്നു BJP. അന്ന് തന്നെ ഇവർ ഇത്തരം കെട്ടിടങ്ങളുടെയും വാഹനങ്ങളുടെയും രേഖകൾ ശേഖരിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഈ കോർപ്പറേഷൻ സെക്രട്ടറിയോട് ഇതിന്റെ ഡീറ്റെയിൽസുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഓൾറെഡി ഇതിന്റെ രേഖകളും മറ്റും അവരുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഒളിച്ചു കളിക്കും സാധ്യതകളൊന്നുമില്ല. ഫയൽ കത്തിപ്പോകാതിരുന്നാൽ കേരളം ഞെട്ടുന്ന, കുറഞ്ഞ വർഷം തലസ്ഥാന നഗരിയിൽ CPM ഈ അടുത്ത കാലത്തൊന്നും തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഒരു വലിയ അഴിമതി കഥ തന്നെയായിരിക്കും.